ഈ വധൂവരന്മാരുടെ മാതാപിതാക്കളുടെ പേരിലും പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ സുഹൃത്ത് ബന്ധത്തിന് ഏറ്റവും അധികം വില കൊടുക്കുന്ന ഡോക്ടർ ജോസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഏറെ കടപ്പാടോടുകൂടി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ബന്ധമാണ് ശ്രീ ഗിരീഷ് പുത്തഞ്ചേരിയുമായിട്ടുള്ള ബന്ധം. ശ്രീ ഗിരീഷ് പുത്തഞ്ചേരി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, മഴ അനുഗ്രഹമാണ് എന്നാണ് അറിവുള്ളവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. നമുക്കും ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു ധാരയാവട്ടെ എന്ന് ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തല്ല ശ്രീ ജോസ് ഊക്കൻ സാർ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരിക്കൽ ശ്രീ കമൽ സാറിൻ്റെ ഒരു സിനിമയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ വന്നപ്പോൾ വിധി വൈപരീത്യം കൊണ്ടാവാം എനിക്ക് മാരകമായൊരു രോഗമുണ്ടായി. മരണത്തിൻ്റെ ഇടനാഴിയിലൂടെ ഞാൻ മറ്റൊരു ലോകത്തിൻ്റെ വാതിൽപ്പടിയിലേക്ക് കടക്കാൻ പോകുമ്പോഴാണ്, ജീവിക്കാനുള്ള ത്വര കൊണ്ടാവാം ഞാൻ എൻ്റെ സംവിധായകൻ കമൽ സാറിനോട് പറഞ്ഞു, താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോക്ടറുണ്ടോ കൊടുങ്ങല്ലൂരിൽ? അത് ഡോക്ടറായിരിക്കരുത്, ഒരു മനുഷ്യനായിരിക്കണം. അയാൾക്ക് കാരുണ്യമുണ്ടാവണം, അയാൾക്ക് ലാവണ്യമുണ്ടായിരിക്കണം, അയാൾക്ക് ഹൃദയം ഒരു സ്റ്റെതസ്കോപ്പിനപ്പുറം ഒരു ഹൃദയം കൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കുഴൽ വെച്ച് നോക്കാനുള്ള പുണ്യമുണ്ടായിരിക്കണം. അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കമൽ സാർ ഒന്നും പറയാതെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി ഒരാളെടുത്ത് കൊണ്ടുപോകുന്നു. 3 ദിവസം കൊണ്ട് ഞാൻ തിരുവല്ലുവാമല പുനർജനി നൂണ് കടക്കും പോലെ എൻ്റെ മരണത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയും അതിനുശേഷം 3 സ്റ്റേറ്റ് അവാർഡുകൾ വാങ്ങുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഒരിക്കലും അദ്ദേഹം ഒരു സുഹൃത്തല്ല, എൻ്റെ ദൈവം എന്നൊക്കെ പറയാവുന്ന, എനിക്ക് വീണ്ടും ജീവിതം തിരിച്ചു തന്ന, എൻ്റെ അക്ഷരങ്ങൾക്ക് കാരുണ്യം പകർന്നു തന്ന, എൻ്റെ പേനയ്ക്ക് മഷി പകർന്നു തന്ന, എൻ്റെ മനസ്സിൽ പ്രണയവും കണ്ണീരും കരച്ചിലും വിരഹവും കലഹവും ഒക്കെ ഉണ്ടാക്കി തന്ന ആ മനുഷ്യൻ്റെ മകളുടെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഏത് പ്രപഞ്ചത്തിൻ്റെ ഏത് അച്യുതണ്ടിൻ്റെ കോണിലുണ്ടെങ്കിലും ഞാൻ വരും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുടുംബം കൂടെ ഇരിക്കുന്നുണ്ട്. മറ്റൊരു കാരണം, ഞങ്ങൾ തമ്മിലുള്ള ഈ രോഗി ഡോക്ടർ ബന്ധം മാറുകയും അതൊരു കുടുംബ ബന്ധത്തിലേക്ക് വളരുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മോളെ ഞാൻ പരിചയപ്പെടുന്നത്. അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്നേ അന്തസ്സുള്ള ഒരു മക്കൾ പിറക്കുള്ളൂ. ഞാൻ അന്തസ്സ് കെട്ടവനാണെങ്കിൽ എനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ അന്തസ്സില്ലാത്തവരായിരിക്കും. അത്തരത്തിലുള്ള ഒരു പൂർവ്വപുണ്യം കിട്ടിയ, വരദാനമായി ലഭിച്ച ഈ പെൺകുട്ടിക്കും അവളുടെ ജീവിതം പങ്കിടാൻ ദൈവം അനുഗ്രഹിച്ചു തന്ന ഈ ചെറുപ്പക്കാരനും